പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുട്ടി താരത്തെയാണ്. ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയായിരിക്കും, ആരോൺ ആൻറ്റോ. ഹലോ, നമ്മൾ എന്തുകൊണ്ടാണ് ഫേമസ് ആയത്? ഡ്രംസിൻ്റെ കാര്യത്തിൽ ആൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബക്കറ്റും പ്ലേറ്റും ഒക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിശയം തോന്നും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് ചേതനയിൽ പോയി പഠിച്ച് ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് ഡ്രംസൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് ഡ്രംസ് വായിക്കുന്നത് മാത്രമല്ല സിനിമയിൽ വരെ എടുത്ത് നമ്മളെ അല്ലേ ഹാപ്പി ആയിട്ടിരിക്കില്ലേ? എന്നിട്ട് എന്താ ഇങ്ങനെ അവിടെ നോക്കാതിരിക്കുന്നത്? നമ്മുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നോക്കുക ആരോണിനെ കാണാനായിട്ട്. ആരോൺ സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മൾ ഡ്രംസൊക്കെ വായിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? 1ാം ക്ലാസ് മുതൽ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡ്രംസിനോടൊരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താ? നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വീട്ടിലാരെങ്കിലും ഡ്രംസ് വായിക്കുന്നവരുണ്ടോ? അപ്പോൾ വായിക്കും. അപ്പോൾ അത് കണ്ട് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടാണോ തുടങ്ങിയത്? അപ്പോൾ ആരോൺ ഇങ്ങനെ ഡ്രംസിലേക്ക് എത്തിയത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ബക്കറ്റിൽ ചെയ്തിട്ടാണ് തുടങ്ങിയത് അല്ലേ? അതെങ്ങനെയാണ് ബക്കറ്റിൽ തുടങ്ങാനായിട്ട്? അത് ആരാ പറഞ്ഞത് ബക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ? അപ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പം എൻ്റെ അത് കണ്ട് പഠിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ചെയ്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ക്ലാസ്സിന് പോയിട്ടുണ്ടോ? ചേതനയിൽ പോയി. അങ്ങനെ ഇപ്പോഴും ചേതനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഓക്കെ. ആരോൺ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? സ്കൂളോ? സെൻറ്റ് ജോസഫ്. പാവറട്ടി സെൻറ്റ് ജോസഫിലാണ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഒരു ബക്കറ്റിൽ തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഡ്രംസൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? മത്സരങ്ങളിലൊക്കെ പോകാറുണ്ടോ? മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടല്ലേ? ഈ ഡ്രംസ് വായിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആരുടെങ്കിലും ഫാനാണോ? ശിവമണിയുടെ ഫാനാണ്. ആളുടെ പെർഫോമൻസ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ ആൾ അധികം സംസാരിക്കാത്ത ആളാണെങ്കിലും ഈ ഡ്രംസ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്നല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ആരോണിൻ്റെ ആ ഒരു ഡ്രംസ് വായിക്കുന്ന കണ്ടാലോ? റെഡിയാണോ? ഓക്കെ.
അപ്പോൾ ദാ ആരോണിൻ്റെ അച്ഛൻ ആൻഡ്രൂ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. മകൻ്റെ ഈ ഒരു കഴിവ് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അവൻ ചെറുപ്പം മുതലേ കൊട്ടിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പം ഞാനിങ്ങനെ പൂരങ്ങൾ അങ്ങനെ പെരുന്നാൾക്കൊക്കെ കൂടെ കൊണ്ടുപോകും, കൊട്ട് കാണും. അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് അവൻ അവിടുത്തെ കണ്ടത് ഓരോ ബക്കറ്റും ഇതുമൊക്കെ ആക്കിയപ്പോൾ ഞാൻ ഓരോ സാധനം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അങ്ങനെ കൊട്ടിയായിട്ട് ഞങ്ങളുടെ ഒരു തറവാട് സംഘം വന്നിരുന്നു. അതിൽ ബക്കറ്റ് വെച്ചോണ്ട് ഒരു അച്ഛൻ ഞങ്ങളുടെ റിലേറ്റീവ് തന്നെ ആള് കണ്ടിട്ട് ആള് തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാദമിയിൽ ചേർത്തു. അവിടുന്ന് ഇപ്പോൾ 2 കൊല്ലമായി. ഇപ്പോൾ ഈ മെയ് വന്ന 2 കൊല്ലമായി. അതിലിപ്പോൾ നല്ല രസമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. അതെ. അപ്പോൾ ആൻഡ്രൂ ചേട്ടൻ ഓൾറെഡി ഇങ്ങനെ ഡ്രംസ് വായിക്കുന്ന ഞാൻ വായിക്കില്ല, പക്ഷെ ഞാൻ കൊട്ടും. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും ചെറുപ്പത്തിൽ ഒരു പരിചയം വന്നിട്ട്, അല്ലെങ്കിൽ ഈ ടാലന്റ് കിട്ടിയത് അവിടെ നിന്നായിരിക്കും അല്ലേ? ഞാനും കൊട്ടും. ഞങ്ങൾ 2 ഒരുമിച്ച് കൊട്ടും. ആണല്ലേ? ഇപ്പോ ആരോൺ മത്സരങ്ങൾക്കൊക്കെ മത്സരത്തില് മറ്റേ കലോത്സവത്തിന്റെ ഇതില് കഥാപ്രസംഗത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട്. അത് കഴിഞ്ഞ കൊല്ലം പോയി, കൊല്ലം ജില്ലയിൽ പോയിട്ട് ഗ്രേഡ് മേടിച്ചവര്. പിന്നെ അങ്ങോട്ട് ഇല്ല, അപ്പുറത്തേക്കില്ല. ഗ്രേഡ് മേടിച്ചു കൊല്ലം. അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അങ്ങനെ മത്സരങ്ങൾ മാത്രമല്ല, സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു റോള് കിട്ടി. അങ്ങനെ നമ്മളിങ്ങനെ ബിസിയാണ് ഈ ഒരു കാര്യത്തിൽ. നമ്മൾ ആ ഒരു നമ്മുടെ ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മോനല്ലേ ഈ ഒരു പ്രായത്തിൽ തന്നെ. അപ്പൊ അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റിലാണ്. അപ്പോൾ സ്കൂളും ഇതുപോലെ ഡ്രംസ് പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാം കൂടെ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആരോണിനോട് ചോദിക്കാം. ആരോൺ, അമ്മയാണോ അച്ഛനാണോ കൂടുതൽ ഇങ്ങനെ ഈ ഡ്രംസിന്റെ കാര്യത്തിൽ സപ്പോർട്ടായിട്ടുള്ളത്? അപ്പനാണ്. അപ്പോൾ അപ്പൻ ആൻഡ്രൂ പറഞ്ഞു. നമ്മൾ അമ്മയുടെ പേരെന്താ? നിഷ. അങ്ങനെ ആരോൺ ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഹാപ്പി ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര മോൻ്റെ ആ ഒരു കഴിവ് കണ്ട് നമ്മൾ പ്രൗഡായിട്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അഭിമാനിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. അത് നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും, നമ്മുടെ നാട്ടുകാരനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് പറ്റട്ടെ. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.